കോഴിക്കോട് പേരോട് വീടിന് തീപിടിച്ചു. നീർക്കരിമ്പിൽ അഷ്റഫിന്റെ വീടിനാണ് 10 മണിയോടെ തീപിടിച്ചത്. ഓടുമേഞ്ഞ ഇരുനില വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. രാഹുൽ KV ഉണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, ഈ ദൃശ്യങ്ങൾ ആദ്യം ഒന്ന് കാണാം, അതിനുശേഷം രാഹുലിലേക്ക്. ഇൻവെർട്ടർ മാത്രം ഓഫിലാണ്. രാഹുലിന്റെ വിശദാംശങ്ങളുമായി. രാഹുൽ, ഇരുനില വീടാണ്, ആളുകൾ വീട്ടിലുള്ളപ്പോഴാണ് ഇങ്ങനെ ഒരു തീപിടുത്തം. ഈ ദൃശ്യങ്ങൾ കണ്ടിട്ട് സത്യത്തിൽ പേടിയാകുന്നുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? അനശ്വര, ഏറ്റവും ആശ്വാസകരമായ കാര്യം ആദ്യം, അതായത് വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ആർക്കും പരിക്കില്ല എന്നുള്ളതാണ്. തീ ഉയരുന്നത് കണ്ട് എല്ലാവരും തന്നെ ആ വീടിന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയായിരുന്നു. അഷ്റഫിന്റെ വീടിനാണ് തീ പിടിച്ചത്. ഓടുമേഞ്ഞ വീടാണ്, ഇരുനില വീട്, അതായത് മേൽക്കൂര മരം കൊണ്ടുള്ളതാണ്. തീ പിടിച്ച അപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ഇത് ആളിപ്പടരുകയാണ് ഉണ്ടായത്. ഇത് കണ്ട് ആളുകളൊക്കെ താഴത്തെ നിലയിലാണ് ഉണ്ടായിരുന്നത്. അവർ നേരെ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. അഷ്റഫ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നില്ല. നമസ്കാരത്തിന്റെ ഭാഗമായി പള്ളിയിൽ പോയതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അഷ്റഫിന്റെ ഭാര്യ, ഉമ്മ, മക്കൾ എന്നിവർ വീട്ടിലുണ്ടായിരുന്നു. ഇവർ പറഞ്ഞതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ബഹളമുണ്ടാക്കി. പിന്നീട് അയൽവാസികളൊക്കെ സ്ഥലത്തേക്ക് ഓടി വന്നു. അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയാണ് ഉണ്ടായത്. 2 യൂണിറ്റ് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ അണയ്ക്കാനുള്ള കഠിന ശ്രമം നടത്തി വരുന്നത്. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷെ എടുത്തു പറയേണ്ട ഒരു കാര്യം, രണ്ടാമത്തെ നില മേൽക്കൂര പൂർണ്ണമായും തന്നെ കത്തി അമർന്നു എന്നുള്ളതാണ്. ഒരു തരി പോലും ബാക്കിയാവാതെ പൂർണ്ണമായും തന്നെ കത്തി നശിച്ചുപോയി. തീപിടിച്ചത് പേരോട് വീടിന് തീപിടിച്ചു. ഇരുനില കെട്ടിടത്തിനാണ് തീപിടിച്ചത്. ആശ്വാസകരമായ കാര്യം, വീട്ടിൽ ആളുള്ളപ്പോൾ തീപിടിച്ചു, പക്ഷേ അപകടം ഉണ്ടായില്ല. ഭാഗ്യം കൊണ്ട് ആളുകൾ രക്ഷപ്പെട്ടു. ആശ്വാസകരമായ കാര്യം. രാഹുലാണ് വിശദാംശങ്ങൾ നൽകിയത്.